ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ആണ്. മുട്ട വെച്ച് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ മുട്ട വെച്ച് നല്ല ടേസ്റ്റുള്ള ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ബൗളിലേക്ക് അരക്കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അടുത്തത് വേറൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വെച്ചത് നല്ലതുപോലെ തന്നെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്ക് മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഈ വെള്ളം തികയില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുത്ത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴക്കുന്ന സമയത്ത് ഓവറായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഓവറായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ട. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ രീതിയിൽ മതി. ഇതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗവും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു ക്ലീൻ റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ടോ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയായതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ പൊങ്ങി കിട്ടുന്നതാണ്. അതല്ല തണുപ്പാണെങ്കിൽ കുറച്ചധികം നേരം വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതിപ്പോൾ സവാള നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചച്ചവ മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ മീറ്റ് മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലക്ക്. അപ്പോൾ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറക്കരുത്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. വെള്ളവും ചേർത്ത് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തു നോക്കി. അപ്പോഴേക്ക് നല്ലതുപോലെ തന്നെ പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോഴാണ് നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടുന്നത്. ഇനി കുഴച്ചെടുത്ത മാവ് 2 പാർട്ടാക്കി കട്ട് ചെയ്തെടുക്കാം. അതിലൊന്ന് അവിടെ മാറ്റി വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കോട്ടൺ തുണിയോടെ വെച്ച് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോകും. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ പരത്തിയിട്ടെടുക്കണം. പരത്തുന്ന സമയത്ത് മൈദ ഒന്ന് തൂക്കി കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ തന്നെ പരത്തിയെടുക്കാം.
ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു തിക്നെസ് മതി. ഓവറായിട്ട് കട്ടിയിലാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മൾ പരത്തിയ ഈ മാവിൽ നമുക്കൊരു 4 സ്നാക്സാണ് കേട്ടോ ആക്കിയിട്ടെടുക്കാൻ പറ്റുന്നത്. ഇനി ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ടൊമാറ്റോ സോസ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഈ മാവ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ലതുപോലെ തന്നെ പൊങ്ങി വരുന്നതാണ്. കൂടുതൽ പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കത്തി കൊണ്ടൊന്ന് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആദ്യം സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആക്കി വെച്ച ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം പുഴുങ്ങിയ മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 4 പുഴുങ്ങിയ മുട്ട ഇതുപോലെ ഒരു മുട്ട 2 പീസാക്കി കട്ടാക്കിയതാണ്. അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദയുടെ പേസ്റ്റ് വേണം. മൈദയും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ മൈദ പേസ്റ്റ് കൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ മടക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. 2 സൈഡും ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം മുകൾ ഭാഗത്തും കുറച്ചൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ നേരത്തെ ആക്കിയതുപോലെ കത്തി കൊണ്ട് ജസ്റ്റ് ഒരു ഇത് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി മടക്കിയെടുക്കാം. ഇത് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂങ്ങി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിലേക്ക് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി അതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ആക്കിയതിന് ശേഷം ബാക്കിയുള്ളത് പരത്താനുള്ളത് പരത്തി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 8 സ്നാക്സാണ് കേട്ടോ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടെടുത്തതാണ്. വേറൊരു പാത്രത്തിൽ ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെക്കാം. നമ്മൾ ആക്കി വെച്ച സ്നാക്സ് ആദ്യം തന്നെ മുട്ടയുടെ മിക്സ് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്നിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം. ഈ ഒരു സ്നാക്സ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. മുട്ട വെച്ചിട്ടുള്ള ഇതുപോലൊരു സ്നാക്സ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിൽ പറയണം. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വേവാതെ വരും, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് മാറും. അതുകൊണ്ടാണ് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കണം. എന്നാലേ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു സ്നാക്സ് എണ്ണയിൽ ഫ്രൈ ചെയ്തതാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ പിടിക്കില്ല കേട്ടോ. നല്ലൊരു അടിപൊളി സ്നാക്സാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.